യുഎഇയിൽ നിന്നുള്ള ട്രാവൽ ബാൻ എങ്ങനെ മനസ്സിലാക്കാം അറിയാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ആ വീഡിയോക്ക് ഒരുപാട് ആളുടെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പലരും നേരിട്ടും വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ പ്രമുഖ പത്രത്തിൻ്റെ എഡിഷനിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഈ കമൻറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞതും എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ താങ്ക് യു സോ മച്ച്. ഇനി എങ്ങനെയാണ് ബാൻ ചെക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ പല രീതിയിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ആമിർ സെൻ്ററുകളിൽ പലപ്പോഴും ഈ എമിഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. അവർ ഒരുപാട് ആൾക്കാർക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാവും, നല്ല ഇൻറ്റേർണലായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ആമിർ സെൻ്റർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആമിർ സെൻ്ററിൽ പോയിട്ട് നിങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ അതിനുള്ള വഴി പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ അതിലേക്ക് എത്തിച്ചേരാനോ അതിൽ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തത് ഹദീസ് സെൻ്റർ. തീർച്ചയായിട്ടും ഹദീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാലും ചില രീതിയിലുള്ള ബാനുകളിലോ കേസുകളെക്കുറിച്ചോ കോർട്ടിൽ ഇരിക്കുന്ന കേസുകളെക്കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അത് കൂടാതെ ദുബായിലുള്ള അല്ലെങ്കിൽ അബുദാബിയിലുള്ള പല മലയാളി വക്കീലന്മാരുടെ അഡ്വക്കേറ്റ്സിനോട് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ അവരെടുത്തും നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടും. കുറച്ച് ഈ പറഞ്ഞ ലീഗൽ അഡ്വൈസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഈ സർവീസ് ചെയ്യാറുണ്ട്, അതിനൊരു ചാർജ് ഈടാക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു വഴികൾ. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടല്ലാത്ത കേസ് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ള കേസാണെങ്കിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവർ പറഞ്ഞു തരും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഒരുപാട് വക്കീലന്മാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷറഫ് വക്കീൽ, സാജിദ് വക്കീൽ, ആഷിഖ് വക്കീൽ ഉണ്ട്, ശംസുദ്ദീൻ കരുനാഗപ്പള്ളി ഉണ്ട്. ഇവിടെ മലയാളികളായിട്ടുള്ള ഒരുപാട് വക്കീലന്മാരുണ്ട്. ഈ വക്കീലന്മാരൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. ഞാൻ ഒന്ന് രണ്ടാളുടെ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഒരുപാട് നന്ദി നിങ്ങളുടെ പ്രതികരണത്തിന്. പോസിറ്റീവായിട്ടുള്ള ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാള സുഹൃത്തുക്കൾക്ക് മറ്റൊരു റമദാൻ കരീം. എല്ലാവർക്കും ആശംസകൾ. മുനീർ അൽ വഫ വിത്ത് ലവ്.